ആദിത്യൻ പിന്നെ കണ്ണു തുറന്നത് രാവിലെ 11 മണിയോടെയാണ്. കണ്ണു തുറന്നതും അവൻ കുറച്ചു നേരം കട്ടിലിൽ തന്നെ കിടന്നു. അയ്യോ, ഇത്ര നേരമായോ ഞാൻ ഉറങ്ങിയിട്ട്? ക്ലോക്കിലേക്ക് നോക്കിയതോടെ അവൻ പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേറ്റു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഉറക്കമില്ലായ്മയും ക്ഷീണം കുടിച്ചതിൻ്റെ ക്ഷീണം കൊണ്ട് ഇത്രയും നേരം ഉറങ്ങിപ്പോയതെന്ന് അവന് മനസ്സിലായി. ശരി, ആദ്യമിനി ഓഫീസിലേക്ക് പോകാം. സ്വയം പറഞ്ഞുകൊണ്ടവൻ വേഗം കുളിച്ച് ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അങ്ങനെ 2 ദിവസങ്ങൾ കൂടി കടന്നുപോയി. അനന്യ സ്വന്തം വീട്ടിലായിരുന്നു ആ സമയം അത്രയും. യാത്രക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അമ്മ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അനു, നീ പോയി വേഗം റെഡിയാവും. ഞങ്ങളും വീട്ടിൽ വന്ന് ആദ്യയോട് പറഞ്ഞിട്ട് നിന്നെ അവൻ്റെ അടുത്താക്കിയിട്ട് വരാം. അനന്യ അമ്മയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അമ്മേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. KSRTC ബസ് തന്നെയല്ലേ, ഞാൻ തനിയെ പോയിക്കോളാം. അത് കേട്ടതും അമ്മയുടെ മുഖത്ത് ചെറിയൊരു ഗൗരവം നിറഞ്ഞു. ഇവിടെ നോക്കാൻ എന്നെയാ, നീ പോയി ഞങ്ങൾക്ക് ചെറിയ പെൺകുട്ടി തന്നെയാ. പക്ഷെ നിനക്ക് കല്യാണം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വത്തോടെ നീ പെരുമാറണം. അമ്മയുടെ വാക്കുകൾ കേട്ട് അനന്യൊന്നും മിണ്ടിയില്ല. ഭർത്താവിൻ്റെ മനസ്സ് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നീ പഠിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലുതായി പ്രശ്നമാക്കരുത്. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കാണുന്നതാണ് ഞങ്ങൾക്ക് വലിയ സമാധാനം. അമ്മയുടെ വാക്കുകൾ നിറഞ്ഞിരുന്ന സ്നേഹം അവളുടെ മനസ്സിൽ തട്ടി. അനന്യ പതിയെ അമ്മയുടെ കയ്യിൽ പിടിച്ചു. ശരി അമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോഴേക്കും പുറത്തുനിന്ന് ഒരു കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ടു. അനന്യയും അമ്മയും പുറത്തേക്കൊന്ന് നോക്കി. ദിയയും വിഹാനും ആയിരുന്നു കാറിൽ വന്നത്. അനു ഇറങ്ങിയോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് വിഹാൻ കാറിൽ നിന്നിറങ്ങി. ഇറങ്ങി വിഹാനേട്ട. അനന്യ ബാഗുമായി പുറത്തേക്ക് വന്നതും വിഹാൻ അവളുടെ ബാഗ് വാങ്ങി കാറിലേക്ക് വെച്ചു. ശരി അനു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കാറിൽ കയറി കുറച്ച് ദൂരം വരെ വരും. അവിടുന്ന് ബസ്സിൽ കയറിയാൽ മതി. അവൾ തലയാട്ടി. ശരി, ഞാൻ ഏട്ടനെ വിളിച്ച് പറയാം. പുള്ളി അവിടെ നിനക്കായി വെയിറ്റ് ചെയ്യും. നിന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. ശരി വിഹാനേട്ട. അനന്യ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ശരി അമ്മ, ഞങ്ങൾ അനുവിനെ KSRTC ബസ്സിൽ കയറ്റി വീട്ടിലേക്ക് പോവാം. ശരി വിഹാൻ. അമ്മയുടെ കണ്ണുകൾ അപ്പോഴും മകളെ പിരിയുന്നതിൻ്റെ ചെറിയൊരു നനവുണ്ടായിരുന്നു. അനന്യ കാറിൽ കയറി. വീടിൻ്റെ മുറ്റത്തുനിന്ന് കാർ പതുക്കെ നീങ്ങുമ്പോൾ അവൾ പിന്നാലെ സീറ്റിൽ നിന്ന് അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അമ്മ കൈവീശി അവളെ യാത്രയാക്കി. അനന്യയും തിരിച്ചും കൈവീശി. പക്ഷെ അവളുടെ മനസ്സിലപ്പോഴും അമ്മ പറഞ്ഞ വാക്കുകളാണ്. ഭർത്താവിൻ്റെ മനസ്സ് നോക്കി കാര്യങ്ങൾ ചെയ്യണം. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് ആദിത്യൻ ഗാഢമായ ഉറക്കത്തിലായിരുന്നു. ആ സമയം പെട്ടെന്ന് ഫോൺ റിങ് ചെയ്ത് അവൻ ഞെട്ടിയുണർന്നു. അർദ്ധരാത്രിയിൽ ഫോൺ എടുത്ത് സ്ക്രീനിലേക്ക് പോലും നോക്കാതെ കോൾ അറ്റൻഡ് ചെയ്തവൻ. ഹലോ. മറുവശത്ത് വിഹാന്റെ ശബ്ദം. ഏട്ടാ. ഉറക്കച്ചവടോടെ ആദിത്യൻ കണ്ണുകൾ പാതി തുറന്നു. പറയട വിഹാൻ, എന്തിനാ നീ ഈ സമയത്ത് കോൾ ചെയ്തത്? അവിടെ നിന്ന് വിഹാൻ പറഞ്ഞ അടുത്ത വാക്കുകൾ കേട്ടതോടെ ആദിത്യൻ്റെ ഉറക്കം പൂർണ്ണമായി മാറി. ഏട്ടാ, അനുവിനെ ബസ്സിൽ ഏട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആദിത്യൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. എന്താ? അവൻ്റെ ശബ്ദത്തിൽ അമ്പരപ്പ് നിറഞ്ഞു. അനുവിന് ബസ്സിൽ ഏട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന്. അവളിപ്പോൾ യാത്രയിലാണ്. ഒരു നിമിഷം ആദിത്യനൊന്നും മിണ്ടിയില്ല. പുലർച്ചെ 5 മണിക്ക് കേട്ട ആ വാർത്ത അവൻ്റെ മനസ്സിലെന്തോ ഒരു അസ്വസ്ഥതയും അതോടൊപ്പം പറയാനാവാത്തൊരു സന്തോഷവും നിറച്ചിരുന്നു. അനന്യ എന്നെ കാണാൻ വരികയാണോ? അവൻ പതിയെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് പുലരിയുടെ ആദ്യ വെളിച്ചം ഉദിച്ചിരുന്നു. എന്നാൽ ആദിത്യൻ്റെ മനസ്സിൽ അപ്പോൾ മറ്റൊരു പുലരി ആരംഭിച്ചിരുന്നു. അവളെ കാത്തിരിക്കുന്ന ഒരു പുലരി. ഈ പിശാച് എന്തിനാ ഈ നേരത്ത് 5 മണിക്ക് കൊച്ചിയിൽ വന്നിറങ്ങിയത്? ആദിത്യൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പിറുപിറുത്തു. ഇവൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇത് പറയാനാണോ വിഹാൻ ഇത്ര രാവിലെ വിളിച്ചെന്നെ ശല്യം ചെയ്തത്? അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു ആ സമയം. അവൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി നിന്നോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. അത്രയും പറഞ്ഞ് ആദിത്യൻ വീണ്ടും കട്ടിലേക്ക് കിടന്നു. ഒരു വശത്ത് അവളെ വിളിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ മറുവശത്ത് അവളോട് വെറുപ്പ് അതിനേക്കാൾ ശക്തമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഒരിക്കൽ അമിതമായി സ്നേഹിച്ച ഒരാളുടെ പിന്നീട് അതേ അവൾ വെറുപ്പ് തോന്നും. മുന്നിലുള്ളവരുടെ പ്രവർത്തികൾ ആ സ്നേഹത്തെ എത്രത്തോളം മുറിവേൽപ്പിച്ചു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അത്. ആദിത്യൻ്റെ ജീവിതത്തിൽ സത്യം അതായിരുന്നു. ഒരിക്കൽ അവളുടെ സാമീപ്യം പോലും ആഗ്രഹിച്ചിരുന്ന അവൻ്റെ മനസ്സ് ഇന്ന് അവളെ ഒന്ന് കാണാൻ പോലും ആഗ്രഹിക്കുന്നതേയില്ല. അതേസമയം കുറേ നേരമായി അനന്യ ബസ് സ്റ്റോപ്പിൽ ആദിത്യനെ കാത്തു നിൽക്കുകയായിരുന്നു. അവൻ വരുമെന്ന് അവളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ സമയം കടന്നു പോയിട്ടും അവനെ കാണാനില്ല.
ഒടുവിൽ അവൾ പതിയെ ചുറ്റും നോക്കി. ശരി, ഇനി ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ശരിയല്ല. മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ചേട്ടാ, ഈ അഡ്രസ്സിലേക്കൊന്ന് പോകാമോ? വീട്ടുവിലാസം പറഞ്ഞു കൊടുത്ത ശേഷം അവൾ ഓട്ടോയിൽ കയറി. അവളുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു. മെറൂൺ നിറത്തിലുള്ള ചുരിദാരായിരുന്നു അവളുടെ വേഷം. യാത്രയിലുടനീളം അവളുടെ മനസ്സിൽ ആദിത്യനാണ്. അവൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്നാണ് അവളും കരുതിയത്. അവൻ വരാതിരുന്നതിൻ്റെ കാരണം പോലും അവൾക്ക് ആ സമയം മനസ്സിലായിരുന്നില്ല. വീടിന്റെ പുറത്ത് കുറച്ചുനേരം കൂടി കിടന്ന ശേഷം ആദിത്യൻ വീണ്ടും ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടത്. ആദിത്യന്റെ കണ്ണൊന്ന് തുറന്നു. എന്താ ഇത്? കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം. ഒരു നിമിഷം അവനൊന്ന് ആലോചിച്ചു. ഇനി ആ ഭദ്രകാളി വന്നതാണോ? അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. വരട്ടെ, കഴുത്തിന് പിടിച്ച് പുറത്താക്കുണ്ടെന്ന് ഞാൻ അവളെ. ദേഷ്യത്തോടെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആദിത്യൻ താഴേക്ക് ചെന്നു. വാതിലിനരികിലെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ വാതിൽ തുറന്നു. പക്ഷേ അടുത്ത നിമിഷം അവന്റെ മുഖത്ത് ദേഷ്യം പൂർണ്ണമായും നിശ്ചലമായി. കയ്യിൽ ബാഗുമായി മെറൂൺ നിറത്തുള്ള ചുരിദാർ അണിഞ്ഞ് വീട്ടുമുറ്റത്തെ പുലരിയുടെ വെളിച്ചത്തിൽ അവന്റെ മുന്നിൽ നിൽക്കുന്ന അനന്യ. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്ന് പോയി. ദേഷ്യത്തിനിടയിലും അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മനസ്സ് ഒന്ന് പതറി. പക്ഷെ ആ ഭാവം അധിക നേരം അവന്റെ മുഖത്ത് നിന്നില്ല. അവൻ മുഖം കടുപ്പിച്ചു തന്നെ നിന്നു. ഇവിടെ എന്തിനാ നീ വന്നത്? അനന്യ അവനെ നോക്കി. എന്താ ആദിത്യൻ സർ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കിവിടെ വന്നുകൂടെ? അവൾ അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ആദിത്യൻ വഴിയിൽ തന്നെ തടഞ്ഞു നിർത്തി. നാളെ കോളേജ് തുറക്കുകയാ, അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നേ. അതിന് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അവന്റെ ശബ്ദം കൂടുതൽ കടുത്തുപോയി. നേരെ നിനക്ക് കോളേജിലേക്ക് പോയാൽ പോരായിരുന്നോ? അനന്യ അവനെ നോക്കി അമ്പരപ്പോടെ ഒന്ന് നോക്കി. എന്താ സാർ സംസാരിക്കുന്നത്? നാളെ എങ്ങനെ നേരെ ഞാൻ കോളേജിലേക്ക് പോകാൻ പറ്റും? അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു പരിഭവം നിറഞ്ഞു. കോളേജ് തുറക്കുന്നതുവരെ നാട്ടിലുണ്ടാകുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. 2 ദിവസം മുന്നേ തന്നെ പോകുമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് സംശയം തോന്നില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് സംശയം തോന്നി. അവൾ ഒരു നിമിഷം നിർത്തി. കോളേജ് തുറക്കുന്നതുവരെ നാട്ടിലുണ്ടാകും ഞാൻ അമ്മയോട് പറഞ്ഞു. 2 ദിവസം മുന്നേ ഞാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് സംശയം തോന്നാതിരിക്കാനാ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന്. ഇനിയും 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് അവരൊന്നും ചോദിക്കാതിരുന്നത്. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നെങ്കിൽ അവർക്ക് സംശയം വരും. അത് കേട്ടതും ആദിത്യൻ പരിഹാസത്തോടെ ചിരിച്ചു. അനന്യയുടെ മുഖം വാടി. ആദിത്യൻ, ഇവിടെ നോക്കടി. അവൻ അവളുടെ വാക്ക് മുറിച്ചു. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ ചതിച്ചിട്ടില്ല. ആരുടെയും പിന്നാലെ ഞാൻ പോയിട്ടുമില്ല. എനിക്ക് ഞാനുണ്ട്, എൻ്റെ ജോലിയുമുണ്ട്. അതുമായി സമാധാനമായി ജീവിക്കുകയായിരുന്നു ഞാൻ. അവൻ്റെ ശബ്ദം ഓരോ വാക്കിലും കടുത്തുകൊണ്ടേയിരുന്നു. ആവശ്യമില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അനാവശ്യമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഇനി ഇതിലും കൂടുതൽ നിന്റെ കൂടെ ചേർന്ന് ജീവിക്കാൻ ഞാനും മണ്ടനല്ല. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഇനി നിന്നെ നോക്കി നിനക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ട് ഒടുവിൽ അപമാനിക്കപ്പെടാനും ഞാൻ തയ്യാറല്ല. അവൻ അവളെ നോക്കി. പിന്നെ വേറൊരു കാര്യം. അവൻ്റെ കണ്ണുകൾ പഴയ മുറിവിൻ്റെ വേദന തെളിഞ്ഞു. നിന്റെ അച്ഛനും അമ്മക്കും ഒന്നും തോന്നാതിരിക്കാനല്ലടി നീ ഇന്ന് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എന്താ പിന്നെ നീ പറഞ്ഞത്? നിങ്ങളെപ്പോലെ പണക്കാരുടെ കാര്യം കഴിഞ്ഞ ഒഴിവാക്കി വിട്ട ഞാൻ എന്ത് ചെയ്യുമെന്നല്ലേ? അനന്യയുടെ മുഖം പെട്ടെന്ന് വിളറി. ആദിത്യൻ സാർ, ഞാൻ അങ്ങനെ ഇടി. അവൻ്റെ ശബ്ദമുയർന്നു. എത്ര പെൺകുട്ടികളുടെ കൂടെ ഞാൻ നടക്കുന്നത് നീ കണ്ടിട്ടുണ്ട്? അതോ എത്ര പെണ്ണുങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ അവരെ ഒഴിവാക്കി വിട്ടത് നീ നേരിട്ട് കണ്ടിട്ടുണ്ടോടി? അനന്യ ഒന്നും മിണ്ടിയില്ല. എൻ്റെ കൂടെ ഈ വീട്ടിൽ നീ എത്ര ദിവസം ഉണ്ടായിരുന്നു? അവൻ്റെ ചോദ്യം അവളുടെ നെഞ്ചിൽ തറച്ചു കയറി. നിന്നെ സ്വന്തമാക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ. അവനൊരു നിമിഷം നിർത്തി. എനിക്കൊരു നിമിഷം മതിയായിരുന്നു അതിന്. അവൻ്റെ ശബ്ദം ഇപ്പോൾ ദേഷ്യത്തോടൊപ്പം വേദനയും കലർന്നിരുന്നു. പക്ഷെ ഞാൻ നിന്നോട് എങ്ങനെയായിരുന്നു പെരുമാറിയത്? ഓർമ്മയില്ലേടി നിനക്ക്? എത്ര നിയന്ത്രണത്തോടെയല്ലേ ഞാൻ നിന്നെ നോക്കിയത്? അനന്യയുടെ കണ്ണുകൾ ഒരു തുള്ളി കണ്ണുനീർ കവളിലൂടെ ഒഴുങ്ങി. ഞാൻ നിന്റെ നാട്ടിലേക്കും വീട്ടിലേക്കും വന്നപ്പോൾ എൻ്റെ ഭാര്യയാണെന്ന അവകാശത്തിലാണ് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നത്. അന്ന് എത്ര മോശമായിട്ടാണ് നീ എന്നോട് സംസാരിച്ച്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഇപ്പോൾ ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണ് നീ എൻ്റെ മുന്നിൽ ഈ വന്നു നിൽക്കുന്നത്? അനന്യയുടെ മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. നിന്റെ ആവശ്യമാണെങ്കിൽ നീ വരും. നിന്റെ ആവശ്യമില്ലെങ്കിൽ നിനക്ക് എന്തും പറയാം, എന്തു വേണമെങ്കിലും എന്നെ അപമാനിക്കാം. അങ്ങനെയല്ലടി? അവൻ വേദനയോടെ ചിരിച്ചു. പക്ഷെ ഒരു കാര്യം നീ മറക്കരുത്. ആദിത്യൻ്റെ ശബ്ദമുയർന്നു. ഈ ആദിത്യൻ ഇതുവരെ തൻ്റെ പെറ്റ തള്ളയും തന്തയും അല്ലാതെ മറ്റാരുടെയും മുന്നിൽ തല കുനിച്ചിട്ടില്ല. പിന്നെ ഈ താലിയും ഞാൻ കിട്ടിയത് തന്നെയാണ്.
അവൻ്റെ വാക്കുകൾ കേട്ട് അനന്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. അവൻ്റെ മുന്നിൽ ബാഗും പിടിച്ച് നിശബ്ദയായി തല കുനിച്ചു നിന്നു. ആ സമയം അവൻ്റെ കണ്ണുകളിൽ കോപത്തേക്കാൾ വേദനയായിരുന്നു. പക്ഷെ നിന്നോട്, ഒരു നിമിഷം അവൻ്റെ ശബ്ദമിടറി. നിന്നോട് മാത്രമാ ഞാൻ ആദ്യമായി കെഞ്ചിയത്. നിന്റെ മുന്നിൽ നിന്ന് ഞാൻ അപമാനിതയായതും. ആ ഓർമ്മ മനസ്സിലേക്ക് വന്നതും അവൻ്റെ മുഖത്ത് അറപ്പും വെറുപ്പും നിറഞ്ഞു. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ അറപ്പാ തോന്നുന്നത്. അനന്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആദിത്യനതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഇവിടെ നോക്ക്, നിന്റെ സഹവാസം പോലും ഇനി എനിക്ക് വേണ്ട, മനസ്സിലായല്ലോ. നിനക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനെക്കുറിച്ച് എനിക്കൊരു പ്രശ്നവുമില്ല, അറിയേണ്ട ആവശ്യവുമില്ല. പക്ഷെ അവൻ്റെ സ്വരം കടുത്തു. എൻ്റെ വീട്ടിൽ നിനക്കിനി സ്ഥാനമില്ല. അത്രയും പറഞ്ഞ് ആദ്യത്തിനകത്തേക്ക് തിരിഞ്ഞു. അനന്യ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ വാതിൽ അവളുടെ മുന്നിൽ കൊട്ടിയടഞ്ഞു. അടഞ്ഞ വാതിലിലേക്ക് നോക്കി അനന്യ കുറച്ചു നേരം അനങ്ങാതെ നിന്നു. പിന്നെ പതിയെ അവളുടെ കാലുകൾ തളർന്നു. എന്താ ഇത് ഈശ്വര? കരച്ചിലിനിടയിൽ അവൾ സ്വയം ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ സർ? ഉത്തരം പറയാൻ ആരുമുണ്ടായിരുന്നില്ല. വീടിൻ്റെ അടഞ്ഞ വാതിലിനപ്പുറം അവനും, വാതിലിനിപ്പുറം അവളും. ഒരേ വീട്ടിൽ രണ്ട് മനുഷ്യർ, പക്ഷെ അവർക്കിടയിൽ ഇപ്പോൾ ഒരു വാതിലിനേക്കാൾ വലിയൊരു അകലം ഉണ്ടായിരുന്നു. അനന്യ അവിടെ തന്നെ പടുക്കലിരുന്നു. കണ്ണുനീർ തുടയ്ക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. സമയം പതിയെ നീങ്ങിപ്പോയി. രാവിലെ 9 മണിയായി. അകത്ത് ആദിത്യൻ ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ലാപ്ടോപ്പ് ബാഗെടുത്ത് അവൻ വാതിലിനരികിലെത്തി. വാതിൽ തുറന്നതും വാതിൽ പടിക്കൽ ഇരിക്കുന്ന അനന്യയെ അവൻ കണ്ടു. അപ്പോഴും അവൾ കരയുകയാണ്. മുഖമുയർത്തി അവനെ നോക്കിയെങ്കിലും അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ നേർത്ത തിളക്കം പോലും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആദിത്യൻ എന്നോട് എന്തെങ്കിലും പറയുമായിരിക്കും. പക്ഷെ അവൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ നോക്കിയതേയില്ലെന്ന പോലെ പുറത്തേക്ക് ഇറങ്ങി. വാതിലടച്ച് ലോക്ക് ചെയ്തു. ചാവി പോക്കറ്റിലേക്കിട്ടു. ശേഷം ഒന്നും സംഭവിച്ചിരുന്ന മട്ടിൽ തൻ്റെ കാറിനടുത്തേക്ക് നടന്നു. അനന്യ അവനെ നോക്കി. ആദിത്യൻ സാർ. അവളുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കിയതേയില്ല. കാറിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത നിമിഷം കാർ ഗേറ്റും കടന്ന് അകന്നുപോയി. അവൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. അവൻ പോകുന്നതും നോക്കി. കണ്ണുനീർ വീണ്ടും നിയന്ത്രണം വിട്ടൊഴുകി. അനന്യയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ആ ഒരേയൊരു വാക്ക് മുഴങ്ങിക്കൊണ്ടേയിരുന്നു. എന്താ ഇനി ചെയ്യേണ്ടത്? ഒന്നുമൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഈശ്വര. അവൾ അടഞ്ഞ വാതിലിലേക്ക് നോക്കി നിസ്സഹായനായിരുന്നു. എവിടേക്ക് പോകണം? ആരോട് പറയണം? ഒന്നും അവൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് വീടിൻ്റെ ഗേറ്റിനരികിൽ നിന്നിരുന്ന സെക്യൂരിറ്റി അവളുടെ അടുത്തേക്ക് വന്നത്. മോളെ. അനന്യ മുഖമുയർത്തി നോക്കി. നിങ്ങൾക്ക് വല്ല ടിഫിനും വാങ്ങിത്തരട്ടെയോ ഞാൻ? അവൾ പെട്ടെന്ന് തലയാട്ടി. അതൊന്നും വേണ്ടെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ പുള്ളി വന്നോളും. അവളുടെ ശബ്ദത്തിൽ അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. ആദിത്യൻ തിരികെ വരും. ഒരു പക്ഷേ ദേഷ്യമെല്ലാം മാറിയിട്ടുണ്ടാകും. അവളോട് സംസാരിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവളും അവിടെ തന്നെ ഇരുന്നു. സമയം കടന്നുപോയി. രാവിലെ 11 മണി, 12 മണി, ഒടുവിൽ ഉച്ചയായി. പക്ഷെ ആദിത്യൻ വന്നതേയില്ല. വിശപ്പിൻ്റെ കാഠിന്യം പതിയെ അവളുടെ ശരീരത്തെ തളർത്താൻ തുടങ്ങി. രാവിലെ മുതൽ ഒന്നും അവൾ കഴിച്ചിട്ടില്ലായിരുന്നു. ഒടുവിൽ വിശപ്പ് സഹിക്കാനാവാതെ അവൾ അതേ പടിക്കൽ തലക്കിൽ കൈ കൊടുത്തു കിടന്നു. അവളുടെ അവസ്ഥ കണ്ട് സെക്യൂരിറ്റി മനസ്സിലറിഞ്ഞു. പാവം കുട്ടി. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷെ അവളുടെ മുഖത്തെ വേദന കണ്ടാൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അദ്ദേഹം പതിയെ പുറത്തേക്ക് പോയി. കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണമെടുത്ത് അടുത്തുള്ള കടയിൽ പോയി എന്തെങ്കിലും ഭക്ഷണം വാങ്ങി തിരികെ വന്നു. അനന്യ മോളെ. അനന്യ കണ്ണു തുറന്നു. അദ്ദേഹം കയ്യിലിരുന്ന ഭക്ഷണം അവളുടെ നേരെ നീട്ടി. എന്താ ഇത്? കഴിക്കും മോളെ. അവൾ ഉടനെ തന്നെ തലയാട്ടി. ഇല്ലെങ്കിൽ വേണ്ട, പുള്ളി ഇപ്പോൾ വന്നോളും. അത് കേട്ടതും സെക്യൂരിറ്റി ഒന്ന് നെടുവീർപ്പിട്ടു. അതല്ല മോളെ. അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. സാർ രാത്രിയെ ഇനി വരൂ. പോകുമ്പോൾ തന്നെ നല്ല ദേഷ്യത്തിലായിരുന്നു. മോളും കണ്ടിട്ടില്ല അത്? അനന്യയുടെ മുഖം വാടി. നീ അതുവരെ ഒന്നും കഴിക്കാതെ ഇരുന്നാൽ വയ്യാതാകും കുഞ്ഞെ. അതുകൊണ്ട് ഇതെങ്കിലും കഴിക്കുന്നേ.